ഹായ് ഫ്രണ്ട്സ്, ആലിയസ് ലിറ്റിൽ ജോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള നാവിൽ അലിഞ്ഞിറങ്ങുന്ന രീതിയിലുള്ളൊരു റവ കേസരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. നെയ്യ് നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാഷ്യൂ നട്ട്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. കാഷ്യൂസൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് നെയ്യിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നട്ട്സും റൈസിൻസും ഒക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് റവ വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പം ഞാനിവിടെ 1 കപ്പ് റവയാണ് ചേർക്കാൻ പോകുന്നത്. റവ ചേർത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ് നേരത്തേക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. റവ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും. ആ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി റവ പാനിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ഇതേ പാനിൽ തന്നെ 3.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ നെയ്യാണ്. പിന്നെ നമുക്ക് വേണ്ടത് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ്. അപ്പോൾ നെയ്യും വെജിറ്റബിൾ ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റവ കേസരി തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഹൽവ പോലെ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കേസരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് റവയ്ക്ക് 3.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എങ്കിലേ നമ്മുടെ കേസരി നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിള വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം റവ ചേർക്കാനായിട്ട്. ഇപ്പോൾ റവ കുറേശ്ശെയായിട്ട് ചേർക്കുക. ചേർക്കുന്ന സമയം തന്നെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഒരു 4-5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി ഒരു 2 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ റവ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ വെള്ളമൊക്കെ വലിഞ്ഞ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ 2 മിനിറ്റ് അടച്ചു വേവിക്കുന്നതുകൊണ്ട് തന്നെ ആവിയിൽ കിടന്ന് റവ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. ഞാനിവിടെ 1.25 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അധികം മധുരം വേണം എന്നുള്ളവർ 1.5 കപ്പ് പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തതിന് ശേഷം ഇത് ഒന്നും കൂടി ഒന്ന് ലൂസാവും. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഒരു 2-3 മിനിറ്റ് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഫൈനലി 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം 2 ടേബിൾ സ്പൂൺ ചേർത്തതാണ്. ടോട്ടൽ 1/4 കപ്പ് നെയ്യാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ 50 ml നെയ്യാണ് നമ്മൾ ചേർക്കുന്നത്. ഇപ്പോൾ നെയ്യൊക്കെ ചേർത്തതിന് ശേഷം ഇതുപോലെ സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ കയ്യിലെടുത്ത് നോക്കുമ്പോൾ കയ്യിൽ ഒട്ടും തന്നെ ഒട്ടില്ല. ഇതാണ് കേസരിയുടെ പാകം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ റോസ് എസൻസും 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യിൻ്റെ ഓവർ മണം വരാതിരിക്കാനാണ് റോസ് എസൻസ് ചേർക്കുന്നത്. അതിന് പകരം പൈനാപ്പിൾ എസൻസും ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും റൈസിൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള റവ കേസരി റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ ഇതുപോലെ സ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ റവയും വെള്ളവും കറക്റ്റ് രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള റവ കേസരി റെഡിയാക്കി എടുക്കാൻ പറ്റും. റവ ഇങ്ങനെ നന്നായിട്ട് വറുക്കുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ നല്ല മുത്തമണി പോലെ കിട്ടുന്നത്. അപ്പോൾ റവ വറുക്കുന്നത് കൊണ്ടും ആ കറക്റ്റ് പ്രൊപ്പോർഷനിൽ വെള്ളം ചേർക്കുന്നതുമാണ് നമ്മുടെ കേസരിയെ പെർഫെക്റ്റ് ആക്കുന്നത്. അപ്പോൾ ഈ രീതി കറക്റ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ കല്യാണ വീടുകളിലും ഹോട്ടലിലും ഒക്കെ കിട്ടുന്ന പോലത്തെ പെർഫെക്റ്റ് റവ കേസരി തയ്യാറാക്കാം. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.